അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞ പോലെ ഇന്ന് നമ്മളെ കൊച്ചു പിള്ളേരുടെ നേർച്ച തൂക്കം കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. വേറെ എവിടെയല്ല, നമ്മുടെ സ്വന്തം തട്ടയിലെ ഒരു പുറത്തമ്പലത്തിൽ തന്നെയാണ് കേട്ടോ. ഈ പോകുന്ന ആൾക്കാരാണ് കേട്ടോ കുഞ്ഞു പിള്ളേരെ നേർച്ച തൂക്കം നടത്തുന്നത്. ഒരു നേർച്ച തൂക്കം കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിന് ഒരു വലത്ത് വെച്ചതിന് ശേഷമാണ് അടുത്ത നേർച്ച തൂക്കം നടത്തുന്നത്. ഒരാൾ ഒരു കുഞ്ഞിനെ മാത്രമേ തൂക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ അടുത്ത സെറ്റ് കുഞ്ഞിനെ തൂക്കാൻ വേണ്ടി 3 പേര് വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഉയരുന്നതിന് മുന്നേ തന്നെ ഇവര് 3 പേരും മാത്രമായിട്ട് ഒന്ന് ഉയർന്ന് ഇതുപോലെ അവരുടെ കുറെ മുറകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ഓരോ മുറകളും കാര്യങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം ആ ഒരു ചട്ടം താത്തിട്ട് അടുത്തതായിട്ട് ഇനി കുഞ്ഞുങ്ങളെ കൊണ്ടാണ് കേട്ടോ 3 പേര് ഉയരാൻ പോകുന്നത്. ഈ കുഞ്ഞുങ്ങളെ ബലി കൊടുക്കുന്നതിന് തുല്യമായിട്ടാണ് ഈ ഒരു നേർച്ച തൂക്കത്തിനെ കാണുന്നത്. ഇങ്ങനെ നേർച്ച തൂക്കം നടത്തുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ ദേഹത്തേക്ക് സേഫ്റ്റി ബെൽറ്റ് എല്ലാം ഇട്ട് വളരെ സേഫ് ആയിട്ടാണ് കേട്ടോ ഈ പ്രാവശ്യം ഇത് നടത്തുന്നത്. വളരെ വർഷങ്ങൾക്ക് മുന്നേ തൊട്ട് ഈ ഒരു അമ്പലത്തിലും ഏഴംകുളത്ത് അമ്പലത്തിലും ഈ ആചാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞുങ്ങളെ തൂക്കിയതിനു ശേഷം അവരൊറ്റയ്ക്ക് പിന്നെയും ഇതുപോലെ ഉയർന്ന അവരുടെ അഭ്യാസങ്ങളും മുറകളും ഒക്കെ കാണിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ വെറ്റിലകളും കാര്യങ്ങളൊക്കെ എറിഞ്ഞു കൊടുക്കണം കേട്ടോ. മീനമാസത്തിൽ ഭരണി നാളിലാണ് ഈ ഒരു അമ്പലത്തിലെ ഉത്സവം നടക്കുന്നത്. ഭരണിക്ക് തൊട്ട് പിറ്റേ ദിവസം കാർത്തിക നാളിലാണ് ഈ ഒരു കുഞ്ഞുങ്ങളുടെ നേർച്ചത്തൂക്കം നടത്തുന്നത്. ഇത് അധികം അമ്പലങ്ങളിലൊന്നും ഇല്ലാത്തത് കൊണ്ടും വളരെ ദൂരെ നിന്ന് വരെ ആൾക്കാർ ഇത് കാണാനായിട്ട് ഇവിടെ എത്താറുണ്ട് കേട്ടോ. ചില വർഷങ്ങളിൽ ഇത് പിറ്റേ ദിവസം വെളുപ്പിനെ വരെ ഉണ്ടാകാറുണ്ട് കേട്ടോ. ഈ വർഷം തൂക്കത്തിനുള്ള കുഞ്ഞുങ്ങൾ കുറവായതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഒരു 11 മണി ആയപ്പോൾ തന്നെ ഇത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ പ്രാവശ്യത്തെ മീനഭരണി വിശേഷങ്ങൾ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.